യുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. തുടർന്ന് റിയാദ് തലസ്ഥാന നഗരിയായി മാറി. അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിൽ 1924 25 മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന ഹിജാസ് കീഴടക്കി. ക്രമേണ അദ്ദേഹം ഗോത്രങ്ങളെ സംയോജിപ്പിച്ച് സൗദിയെ ഏകരാഷ്ട്രമാക്കി. 1932 സെപ്റ്റംബർ 23 രാജ്യത്തിന് കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന് നാമകരണം ചെയ്യുകയും അറബി ഔദ്യോഗിക ഭാഷയായും വിശുദ്ധ ഖുർആൻ ഭരണഘടനയായും പ്രഖ്യാപിച്ചു. ഇതിന്റെ സ്മരണ നിലനിർത്തുന്നതിനാണ് സെപ്റ്റംബർ 23 ദേശീയ ദിനമായി രാഷ്ട്രം ആചരിക്കുന്നത്. ഐതിഹാസികമായ അബ്ദുൽ അസീസ് രാജാവിന്റെ 21 വർഷത്തെ ഭരണമാണ് സൗദി അറേബ്യയെ ആധുനികവൽക്കരണത്തിലേക്ക് നയിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് അദ്ദേഹം പ്രാമുഖ്യം നൽകി. റോഡുകൾ, അടിസ്ഥാന വാർത്താവിതരണ സംവിധാനങ്ങൾ എന്നിവ ഒരുക്കി. കൂടാതെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി എന്നീ മേഖലകളിൽ മുന്നേറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ലൗകിക ജ്ഞാനമുള്ള രാജ്യതന്ത്രജ്ഞനായിരുന്ന അബ്ദുൽ അസീസ് രാജാവ് അറബ് ലോകത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യാതെ തന്നെ രാജ്യപുരോഗതി ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. വിദേശ രാഷ്ട്രത്തലവന്മാരും രാജ്യതന്ത്ര പ്രതിനിധികളും അദ്ദേഹത്തെ വന്ന് കാണുകയും ആർജവ തികവിലും സത്യസന്ധതയിലും ആകൃഷ്ടരാവുകയും ചെയ്തിരുന്നു. സമാധാനം നിലനിർത്തുന്നതിലും നീതി നടപ്പാക്കുന്നതിലും അബ്ദുൽ അസീസ് രാജാവ് അർപ്പണബോധത്തോടെ പ്രവർത്തിച്ചു. ഇത് അറബ് നാഗരികതയുടെ ആത്മാവായ ഗോത്രങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് മഹത്തായ സ്വാധീനം നേടിക്കൊടുത്തു. അബ്ദുൽ അസീസ് രാജാവിന്റെ വിയോഗത്തെ തുടർന്ന് മൂത്ത പുത്രനെ 1953 രാജാവായി അംഗീകരിച്ചു. പിതാവിന്റെ പാതകളാണ് സൗദ് രാജാവും പിന്തുടർന്നത്. അദ്ദേഹമാണ് ആദ്യമായി മന്ത്രിസഭാ സമിതി രൂപീകരിച്ചത്. ആരോഗ്യം, വിദ്യാഭ്യാസം, വാണിജ്യം എന്നിവയ്ക്കായി മന്ത്രിമാരെയും നിയമിച്ചു. രാജ്യത്ത് വിദ്യാഭ്യാസ വിപ്ലവം തുടങ്ങുന്നത് സൗദ് രാജാവിന്റെ കാലത്താണ്. പ്രഥമ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രവും 1957 കിങ് സൗദ് സർവകലാശാലയും രൂപീകരിച്ചത് സൗദ് രാജാവിന്റെ ഭരണ നേട്ടങ്ങളാണ്. രാജ്യാന്തര രംഗത്തും അദ്ദേഹം ശ്രദ്ധേയമായ ചുവടുവയ്പുകൾ നടത്തി. അമേരിക്ക സന്ദർശിക്കുന്ന പ്രഥമ സൗദി ഭരണാധികാരിയാണ് അദ്ദേഹം. മക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുസ്ലിം വേൾഡ് ലീഗ് രൂപീകരണത്തിലേക്ക് നയിച്ച അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനത്തിന് 1962 നേതൃത്വം നൽകിയത് സൗദ് ബിൻ അബ്ദുൽ അസീസ് രാജാവാണ്. ഫൈസൽ ബിൻ അബ്ദുൽ അസീസ് രാജാവ് ഭാവന സമ്പന്നമായ ഭരണാധികാരിയായിരുന്നു. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് രൂപം നൽകുക വഴി സൗദിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യവസായം എന്നിവയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമായി. പെൺകുട്ടികൾക്ക് ആദ്യമായി പബ്ലിക് സ്കൂൾ സ്ഥാപിച്ചത് ഫൈസൽ രാജാവാണ്. ഇസ്ലാമിക ലോകത്തിന് ഫൈസൽ രാജാവിന്റെ വിദേശ നയം മാതൃകാപരമാണ്. ഇസ്ലാമിക ഐക്യത്തിനും സഹകരണത്തിനും 56 രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. ജിദ്ദ കേന്ദ്രമായി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസ് OIC 1971 സ്ഥാപിച്ചു. 1960 മുതൽ 70 കാലഘട്ടത്തിൽ പശ്ചിമേഷ്യയിൽ അറബ് ഇസ്രായേൽ സംഘർഷം പ്രക്ഷുബ്ധമായപ്പോൾ സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും ഉറച്ച ശബ്ദമായി ഫൈസൽ രാജാവിന്റെ സേവനം ശ്രദ്ധേയമായിരുന്നു. 1975 ഫൈസൽ രാജാവിനെ പിന്തുടർന്നാണ് ഖാലിദ് രാജാവ് അധികാരമേൽക്കുന്നത്. അന്താരാഷ്ട്ര രംഗത്തും മേഖലയിലെ പ്രതിസന്ധികളിലും ഫഹദ് രാജാവ് സജീവമായി ഇടപെട്ടിരുന്നു. അറബ് ഇസ്രായേൽ ഏറ്റുമുട്ടൽ, ഇറാഖിന്റെ കുവൈത്ത് ആക്രമണം, ലെബനോനിലെ ആഭ്യന്തര കലഹം എന്നിവയ്ക്ക് പുറമെ ബോസ്നിയ ഹെർസഗോവിനിയ, കൊസോവ, ചെച്നിയ, അഫ്ഗാനിസ്ഥാൻ, സൊമാലിയ എന്നിവിടങ്ങളിലെ പ്രശ്നങ്ങളിലും മാനവികതയുടെ ഭാഗത്ത് നീതിക്കായി ഫഹദ് രാജാവ് നിലകൊണ്ടു. 1981 കിരീടാവകാശിയായിരിക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ടുവെച്ച 8 പരിപാടി അറബ് ഇസ്രായേൽ സംഘർഷത്തിന് അയവ് വരുത്തി. ലെബനോൻ ആഭ്യന്തര കലഹത്തിന് ലെബനീസ് പാർലമെന്റ് അംഗങ്ങളുടെ യോഗത്തിന് 1989 സൗദി അറേബ്യ ത്വായിഫിൽ വേദിയൊരുക്കി. ലെബനോൻ പുനർനിർമ്മാണത്തിന് സൗദി അറേബ്യ അടക്കം അറബ് രാജ്യങ്ങളുടെ സഹായം സമാഹരിക്കാനും ഫഹദ് രാജാവിന് കഴിഞ്ഞു. 1990 ആഗസ്റ്റ് 2 ഇറാഖ് സേന കുവൈത്തിൽ അതിക്രമിച്ച് കടന്നപ്പോൾ അതിനെതിരെ അന്താരാഷ്ട്ര ഏകീകരണത്തിന് ചുക്കാൻ പിടിച്ചത് ഫഹദ് രാജാവായിരുന്നു. മാനുഷികമായ തീരുമാനങ്ങളും സഹായങ്ങളും അന്താരാഷ്ട്ര രംഗത്ത് ഫഹദ് രാജാവിന് ഉന്നത പദവി നൽകി.
സൊമാലിയ, ബോസ്നിയ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ ദുരിതം പേറുന്നവർക്ക് വൻ സഹായം നൽകി. തുർക്കിയിലും ഇറാനിലും ഭൂകമ്പം ഉണ്ടായപ്പോഴും ദക്ഷിണ പൗരസ്ത്യ രാജ്യങ്ങളിൽ സുനാമി ദുരിതം വിതച്ചപ്പോഴും സൗദി അറേബ്യയുടെ സഹായഹസ്തം മികച്ചതായിരുന്നു.